എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. പിന്നെ തല ഒന്നിന് 100 രൂപ വെച്ച് വേറെ തരണം. നിങ്ങൾ ജൈവിലടങ്ങ് സമയം വൈകി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സിനിമകളിലൊക്കെ തമാശ രൂപേണ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരല്പം കടന്ന കൈയായി പോയല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിണറായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്നലെ രാവിലെ 9 മണിക്ക് പിണറായിലായിരുന്നു ഇതിനുള്ള പരിപാടികൾ നടന്നത്. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? DF-ന്റെ വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റന് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു എന്നുള്ള ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ. ആദ്യം മുദ്രാവാക്യം വിളിച്ച് പരിശീലിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള MV ഗോവിന്ദൻ സ്ഥലത്തെത്തിയപ്പോൾ അവർ മുദ്രാവാക്യം വിളിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ച് അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അത് കഴിഞ്ഞ് ജാഥാ ലീഡറായിട്ടുള്ള MV ഗോവിന്ദൻ സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ഈ ഹിന്ദിയിൽ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സിന്ദാബാദ് സിന്ദാബാദ് എന്നാണ് മുദ്രാവാക്യത്തിലുള്ളത്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഇവർ പരിശീലിപ്പിക്കുന്ന ഘട്ടത്തിൽ LDF എന്നുള്ളതിന് പകരം NDF എന്ന് തെറ്റായിട്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിലായിരുന്നു മുദ്രാവാക്യം വിളിക്കാൻ CPM പ്രാദേശിക നേതാക്കൾ പരിശീലനം നൽകിയത്. ജാഥാ ലീഡറായ MV ഗോവിന്ദൻ അഭിവാദ്യം അർപ്പിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ